ഇന്നത്തെ റെസിപ്പി ഒരു റൈസാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. ഇതിപ്പോൾ ഞാൻ മോന് ലഞ്ച് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഞാൻ മോനെ കൊണ്ടുവിടാൻ റെഡിയായതിന് ശേഷം ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് വീഡിയോ എടുത്താൽ അത് പലർക്കും അത് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. രാവിലെ കുട്ടികൾക്ക് കൊടുത്തുവിടാനായിട്ട് നമുക്കിപ്പോൾ 7 മണിക്കൊക്കെ ബസ് വരുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ ബാച്ചിലേഴ്സിന് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, അരിയോ അങ്ങനെ ഒന്നും വേണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് മോന് ഞാൻ മൂത്ത ആളിന് ഞാൻ സ്ഥിരം സ്കൂളിൽ കൊടുത്തുവിട്ടുകൊണ്ടിരുന്നതാണ്. ഇളയ ആളിന് ബ്രേക്ക്ഫാസ്റ്റാണ് കൊടുത്തുവിട്ടിരുന്നത്. അവർക്ക് 9:30 ആയിരുന്നു അവരുടെ ബ്രേക്ക്. അപ്പോൾ ഇപ്പോൾ ആ ആൾ 11th ആയി. അതിനിപ്പോൾ ലഞ്ചൊക്കെ കൊടുത്തുവിടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3, ഞാൻ ഒരു 1/2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തേങ്ങ എടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില മസ്റ്റാണ്. അതിനെ ഒരു നല്ലൊരു മണം കിട്ടാനും അതിൻ്റെ ഒരു ഗുണവും നമുക്ക് കിട്ടും റൈസിൽ. പിന്നെ ഒരു പച്ചമുളക്, നല്ല ഒരു പിടി, നല്ലൊരു പിടിക്ക് മല്ലിയില, പിന്നെ കുറച്ച് കാഷ്യൂ, കുറച്ച് കപ്പലണ്ടി. അത് നിങ്ങളുടെ ഇഷ്ടത്തിന്. അത് കുട്ടികൾക്ക് ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട. അപ്പോൾ വലിയ ആൾക്കാർക്ക് കഴിക്കാനാണെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയുടെ ബൗളിലേക്ക് ആദ്യം തേങ്ങ, പിന്നെ കറിവേപ്പില, പച്ചമുളക്, പിന്നെ ഈ മല്ലിയില, ഇത്രയും ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നെയ്യോ, കുട്ടികൾക്കാണെങ്കിൽ നെയ്യ്, അല്ലെങ്കിൽ നല്ലെണ്ണ, വെളിച്ചെണ്ണ, ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും ഇതിനെ യൂസ് ചെയ്യാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇത്തിരി ജീരകം. ഇത് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇടണമെന്നില്ല. കാഷ്യൂ ഇട്ട് കൊടുത്തു. ഈ കപ്പലണ്ടി, ഈ നട്ട്സൊക്കെ ഒന്ന് മണം ഒക്കെ വന്ന് നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ തേങ്ങ കൂട്ടിട്ട് കൊടുക്കാം. നട്ട്സൊക്കെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. അതിലേക്ക് അരച്ചു വെച്ച തേങ്ങ കൂട്ടി ഞാൻ നല്ല തരതെപ്പായിട്ട് അരച്ചെടുക്കണം. ഇതൊന്ന് തേങ്ങയുടെ പച്ച മണം മാറി ആ മസാലകളൊക്കെ ഒന്ന് ഒരു വാടി വരുമ്പോൾ, ഒത്തിരി മൂത്ത് പോകണ്ട, ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ, ഒത്തിരി വേണ്ട, ഇത് കുറച്ച് അരിയേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഒരു 1/2 സ്പൂൺ സാമ്പാർ പൊടി, ഒരു മണത്തിന് വേണ്ടി മാത്രം. ഇത് സാമ്പാർ പൊടിയും കൂടി ഇതിലിടുമ്പോൾ നല്ലൊരു മണം വരും. ഇത് വീട്ടിൽ പൊടിച്ച് നമ്മൾ ചൂടാക്കി പൊടിച്ച സാമ്പാർ പൊടി ആയതുകൊണ്ട് ഒത്തിരി വഴറ്റി മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിത് ഉപ്പിട്ട് വേവിച്ച റൈസാണ്. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് വേവിക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ നല്ലോണം പിന്നെ ഇട്ട് കൊടുക്കണം, ഉപ്പില്ലാണ്ട് വേവിച്ച റൈസാണെങ്കിൽ. ഞാനിതിപ്പോൾ രാവിലെ വേവിച്ച റൈസാണ്, അതുകൊണ്ടാണ് ഞാനൊരു വലിയ പാത്രത്തിൽ ഇട്ട് വെച്ചത്. അതൊന്ന് തണുത്ത് കിട്ടാനായിട്ട്. നമ്മൾ റൈസ് എപ്പോഴും തണുത്ത ശേഷമേ ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടാക്കാവുള്ളൂ. ഇപ്പോൾ ഫ്രൈഡ് റൈസിനായാലും എല്ലാം നമ്മൾ ഇങ്ങനെ വേവിച്ച റൈസ് ഇടുമ്പോൾ നമ്മൾ എപ്പോഴും റൈസ് വേവിച്ച ശേഷം തണുക്കണം, അതല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ഈ സമയത്ത് നമ്മൾ റൈസിൽ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കണക്കിന് ഇട്ട് കൊടുക്കണം. റൈസിൽ കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് നല്ലോണം ഇഷ്ടമുള്ളവർക്ക് മല്ലിയില കൂടുതൽ ചേർക്കാം. നല്ല അടികട്ടിയുള്ള, അടിയിൽ പിടിക്കാത്ത അങ്ങനത്തെ നല്ല പാൻ എടുക്കണം. അതല്ലെങ്കിൽ റൈസ് അടിയിൽ കയറി ഒട്ടിപ്പോവും. തേങ്ങയും റൈസും എല്ലാം കൂടി അടിയിൽ ഒട്ടിപ്പോവും. അപ്പോൾ റൈസ് റെഡിയായി. ഇത് മോന് കൊടുത്തുവിടാനായതുകൊണ്ട് ഞാൻ ഒന്ന് തണുത്ത ശേഷമേ ഞാൻ ലഞ്ച് ബോക്സിൽ ആക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ അത് കേടുവരും. ചൂടോടെ എടുത്ത് വയ്ക്കുമ്പോൾ അത് ചിലപ്പോൾ കേടുവരാൻ സാധ്യതയുണ്ട്. നമ്മൾ കുറച്ച് തണുത്ത് എവിടെയും പാക്ക് ചെയ്ത് കൊണ്ടുപോകണമെങ്കിലും നമ്മൾ കുറച്ചും തണുത്ത ശേഷമേ പാക്ക് ചെയ്യാവുള്ളൂ.